നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോണിൽ GPS ഓഫ് ചെയ്താൽ ഗൂഗിൾ നിങ്ങളുടെ ലൊക്കേഷൻ അറിയില്ലെന്ന് കരുതുന്നുവെങ്കിൽ അത് തെറ്റാണ്. ഈ വീഡിയോയിൽ നിങ്ങളെ 24 മണിക്കൂറും നിങ്ങൾ ആപ്പ് ഉപയോഗിക്കാത്തപ്പോഴും എങ്ങനെ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നു എന്ന് ഞാൻ കാണിക്കും. അതിലുപരി ഇന്ന് ഞാൻ നിങ്ങളുടെ പ്രൈവസിയെ ഗൂഗിൾ മാപ്പ് ട്രാക്കിൽ നിന്ന് എങ്ങനെ പൂർണ്ണമായി സുരക്ഷിതമാക്കാം എന്നുകൂടി കാണിക്കും. ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാകാം. പക്ഷേ 2 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഏതാണ് ആ ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ്സ് എന്ന് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തും കാണാം. ആദ്യം നമുക്ക് ഗൂഗിൾ മാപ്പിലേക്ക് പോകാം. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ വലതുവശത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആദ്യമായി ചെയ്യേണ്ടത് വളരെ സിമ്പിളായ കാര്യമാണ്, പക്ഷേ പലരും ഇത് ശരിയായി ചെയ്യാറില്ല. ഗൂഗിൾ മാപ്പ് സെറ്റിംഗ്സിൽ പോയാൽ നിങ്ങൾ അത് ഓഫ് ചെയ്യുന്നത് മാത്രമല്ല, ഗൂഗിൾ ഇപ്പോഴും നിങ്ങളുടെ ഡാറ്റ സംഭരിക്കും. ഓട്ടോ ഡിലീറ്റ് ഓപ്ഷൻ നിങ്ങൾ 3 മാസമായി സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗൂഗിൾ നിങ്ങളുടെ 3 വർഷത്തെ ജീവിത മാപ്പ് വരെ സൂക്ഷിക്കും. ഇപ്പോൾ ഇതിൽ നിന്ന് യുവർ ടൈം ലൈൻ എന്ന ഓപ്ഷനിലേക്ക് പോകാം. ഇത് നിങ്ങൾ പോയ സ്ഥലങ്ങളുടെ ഹിസ്റ്ററിയാണ്. ഇനി നമുക്ക് ടൈം ലൈൻ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനായി സെറ്റിംഗ്സ് ഓപ്ഷനിലേക്ക് പോകാം. അതിനായി മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ലൊക്കേഷൻ ആൻഡ് പ്രൈവസി ഹിസ്റ്ററി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ പ്രൈവസിയുടെ മെയിൻ കൺട്രോൾ സെന്റർ. ഇപ്പോൾ ആദ്യമായി നമ്മൾ ടൈം ലൈൻ ഓപ്പൺ ചെയ്യുന്നു. ടൈം ലൈൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ ഇന്റർഫേസിൽ സ്ക്രോൾ ചെയ്ത് താഴെ വന്നതിന് ശേഷം ഇവിടെ കാണുന്ന 3 ഓപ്ഷനും നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഇനി ഈ ഇന്റർഫേസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓട്ടോ ഡിലീറ്റ്. നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓട്ടോ ഡിലീറ്റ് ആക്ടിവിറ്റി ഓൾഡർ ദാൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ 3 മന്ത് ആക്കി വെക്കുക. ഇങ്ങനെ ചെയ്താൽ ഇത് നിങ്ങളുടെ പഴയ ഡാറ്റ സ്വയം നീക്കം ചെയ്യും. ഇനി ഇതിലെ പ്രധാന ഘട്ടം ടൈം ലൈൻ നമ്മൾ പൂർണ്ണമായി ഓഫ് ചെയ്യുക. അതിനായി ടൈം ലൈൻ താഴെ ടേൺ ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ ടേൺ ഓഫ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ശേഷം ഗോട്ട് ഇറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടൈം ലൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ശേഷം താഴേക്ക് പോയാൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇത് ഓൺ ആണെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഗൂഗിൾ സർവീസ് ഉപയോഗിക്കുന്ന കാര്യങ്ങളും റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ടേൺ ഓഫ് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇവിടെ നിന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴെ വന്ന് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളതിന് താഴെ ടേൺ ഓഫ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന 2 ഓപ്ഷനിൽ മുകളിലുള്ള ടേൺ ഓഫ് ഒന്നുകൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾ ഗോട്ട് ഇറ്റ് അമർത്തുക. ശേഷം ബാക്ക് പോവുക. ഇനി ഇതിൽ നിങ്ങൾക്ക് താഴെ മാപ്പ് ഹിസ്റ്ററി കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് നമ്മുടെ മാപ്പ് ഹിസ്റ്ററികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് മുഴുവൻ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അതിനായി മുകളിൽ കാണുന്ന ഡിലീറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഡിലീറ്റ് ഓൾ ടൈം നിങ്ങൾ ടാപ്പ് ചെയ്യുക. പിന്നീട് ഒന്നുകൂടി നിങ്ങൾ ഡിലീറ്റ് ടാപ്പ് ചെയ്യുക. ഇതോടെ നിങ്ങളുടെ എല്ലാ മാപ്പ് ഹിസ്റ്ററികളും അതിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോകും. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് സെറ്റിംഗ്സിന്റെ ഭാഗം കഴിഞ്ഞു. പക്ഷേ ഇനി ഫോൺ സെറ്റിംഗ്സിൽ കൂടി കുറച്ച് പ്രധാനപ്പെട്ട സെറ്റിംഗ്സുകൾ ചെയ്തു വെക്കാനുണ്ട്. അതിനായി നിങ്ങൾ ബാക്ക് പോയി ഹോം പേജിലേക്ക് വരിക. പിന്നീട് സെറ്റിംഗ്സ് ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇതിൽ സ്ക്രോൾ ചെയ്ത് താഴെ നിങ്ങൾ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഈ ഇന്റർഫേസിൽ താഴെ നിങ്ങൾക്ക് ലൊക്കേഷൻ സർവീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് താഴെ നിങ്ങൾക്ക് കാണാം വൈഫൈ സ്കാനിങ്, ബ്ലൂടൂത്ത് സ്കാനിങ്. ഇത് രണ്ടും ഓൺ ആയാൽ ഫോൺ ബാക്ക്ഗ്രൗണ്ടിൽ സ്കാൻ ചെയ്യും. അതുകൊണ്ട് ഈ 2 ഓപ്ഷനും നിങ്ങൾ ഓഫ് ചെയ്തു വെക്കുക. ഇത് ഓഫ് ചെയ്യുന്നതിലൂടെ ബാറ്ററി സേവ് ചെയ്യും, കൂടാതെ ട്രാക്കിംഗ് കുറയ്ക്കാനും പറ്റും. ഇനി ഇതിൽ തന്നെ മുകളിൽ ലൊക്കേഷൻ അക്യുറസി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഇത് ഓൺ ആണെങ്കിൽ ഫോൺ സെൻസർ ഡാറ്റ പോലും ഗൂഗിളിലേക്ക് പോകും. അതുകൊണ്ട് ഇത് നിങ്ങൾ ഓഫ് ചെയ്യുക. പക്ഷേ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓഫ് ചെയ്താൽ ഫൈൻഡ് മൈ ഡിവൈസ് അക്യുറസി കുറയാം. ഇതിനുശേഷം നിങ്ങൾ ബാക്ക് പോവുക. ഇനി സെറ്റിംഗ്സിന്റെ ഹോം പേജിലേക്ക് വന്നതിന് ശേഷം ആപ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഗൂഗിൾ മാപ്സ് ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ പെർമിഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ അലോ ഓൾ ദി ടൈം എന്നാണ് ഓപ്ഷൻ ഉള്ളതെങ്കിൽ നിങ്ങൾ അത് മാറ്റി അലോ ഓൺലി വൈൽ യൂസിംഗ് ദി ആപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. കൂടാതെ താഴെ കാണുന്ന യൂസ് പ്രിസൈസ് ലൊക്കേഷൻ നിങ്ങൾ ഓഫ് ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ ആപ്പിന് എക്സാക്ട് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇന്ന് പറഞ്ഞ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൈവസി ഇംപ്രൂവ് ചെയ്യും, കൂടാതെ ബാറ്ററി പെർഫോമൻസും വർദ്ധിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.